ക്യാപ്റ്റൻ അരുണിന്റെ 2 സ്ട്രിങ് പൊട്ടിച്ചിരിക്കുകയാണ്. ടോട്ടൽ 5 എണ്ണം ഉണ്ട്. 5 എണ്ണം പറഞ്ഞു പോയി കഴിഞ്ഞാൽ ക്യാപ്റ്റന്റെ പദവി ദൂരത്തെറിക്കും. 2 എണ്ണം പറിച്ചു മാറ്റി. ഒന്ന് ആനന്ദിയും പറിച്ചെടുത്തു, ഒന്ന് മഞ്ചരിയും പറിച്ചെടുത്തു. അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. അരുൺ അക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട്. ഡെയിലി ടാസ്ക് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 2ഉം 3ഉം ഇന്ന് വന്നു. 2 ടാസ്കിലും ഇന്ന് നടന്ന 2 ടാസ്കിലും ജയിച്ചത് ബോയ്സ് ടീം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ നോമിനേഷൻ ഫ്രീ പാസ് കിട്ടി. അത് അവർ ദീപക്കിന് കറക്റ്റായിട്ട് കൊടുത്ത് ഉപയോഗിക്കുകയും ചെയ്തു. എനിക്കത് വളരെ നന്നായിട്ടാണ് തോന്നിയത്. കാരണം കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി ടാസ്ക് പറഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ബോംബ് കാരണമാണ് ദീപക്ക് കഴിഞ്ഞ ആഴ്ചയെ നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. ഈ ആഴ്ചത്തേക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച ഡയറക്റ്റ് നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. അപ്പോൾ അന്ന് മുതലേ ഒരു വെനസ്ഡേ മുതലേ ഉള്ള സംഭവം ഇപ്പോൾ ഈ ഫ്രൈഡേ വന്ന് ആ വെനസ്ഡേ മുതലേ ഞാൻ അടുത്ത ആഴ്ച നോമിനേറ്റഡ് ആണല്ലോ എന്നൊരു ചിന്ത ദീപക്കിനുണ്ടാവും. വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ആകുമ്പോൾ കൂട്ടിയാൽ മതി. ഓക്കെ, കാരണം ഇന്നലെ ഷൂട്ട് ചെയ്തതാണല്ലോ. അപ്പോൾ ഈ 9 ദിവസമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ദീപക്ക്. ഞാൻ അടുത്ത ആഴ്ച നോമിനേറ്റഡ് ആണല്ലോ. അത് ദീപക്കിനെ ഔട്ടാക്കി കിട്ടി. ദീപക്കിനെ നോമിനേഷൻ ഫ്രീ ആക്കി. പിന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ അപ്പുറത്ത് നിന്നും ഇപ്പുറത്തോട്ട് ആൾ വരണമെങ്കിൽ അപ്പുറത്തുള്ള മുഴുവൻ ആൾക്കാർക്കും വേണ്ടിയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ടാസ്ക് ചെയ്യണം, ഫുഡ് പ്രിപ്പയർ ചെയ്ത് തീരുന്നത് വരെ എന്ന് പറയുന്നു. ആനന്ദി വിസമ്മതിക്കുന്നു, പ്രശ്നമുണ്ടാകുന്നു. സൗന്ദര്യ അംഗീകരിക്കുന്നു. ആനന്ദിക്ക് എന്താ കുഴപ്പമെന്നെല്ലാം ചോദിക്കുന്നു. സൗന്ദര്യ കുറച്ച് എന്താ പറയുക, ഓവർ എക്സ്പ്രഷൻ, ഓവർ ഡോമിനൻറ്റ്, ഓവർ ബോസി ഇതെല്ലാം കാണിക്കുന്നുണ്ട്. കുറച്ച് നെഗറ്റീവിലേക്ക് വരുന്നുണ്ട് സൗന്ദര്യം സാജനയായിട്ട് ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. സാജനയ്ക്ക് മാനേഴ്സ് ഇല്ല എന്ന് സൗന്ദര്യ പറയുകയാണ്. ദെൻ സാജന ബോയ്സ് ടീമിന് അരി തികയാത്തത് കൊണ്ട് ഗേൾസ് ടീമിൻ്റെ അരി കട്ടെടുത്ത് ബോയ്സിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ബെസ്റ്റ് പെർഫോമൻസിനെ സെലക്ട് ചെയ്തു വിശാലും മഞ്ചരിയാണ്. അവരാണ് അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാൻ പോകുന്നത്. വേസ്റ്റ് പെർഫോമൻസ് വർഷിണിയും റാണവുമാണ്. അത് ശരിയാണോ പറയാം. പിന്നെ അവർക്കും ശിക്ഷ കൊടുത്തിരിക്കുകയാണ്. ഫുഡുകൾ സെർവ് ചെയ്യുക, പച്ച വെള്ളം മുതൽ ഫുഡ്, ടീ, കോഫി, വെള്ളം എല്ലാം സെർവ് ചെയ്യേണ്ടത് അവരാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 തമിഴിൻ്റെ ഡേ 40 40 ദിവസമായി. ഡേ 40 നവംബർ 15 തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ ഇന്നലെ രാത്രി ദീപക് വന്നിട്ട് ആണുങ്ങളടുത്ത് പറയാണ്, നമ്മുടെ അരി 2 കപ്പ് അരി മാത്രമേ ഉള്ളൂ, നാളെ നമ്മൾ പട്ടിണി ഇരിക്കേണ്ടി വരും, അരിയില്ല. കുറച്ച് കഴിയുന്നു, രഞ്ജിത്ത് കിച്ചണിൽ നിൽക്കുന്നുണ്ട്. സാജന എന്ത് ചെയ്യുന്നു, ഗേൾസിൻ്റെ ടീമിൽ നിന്നും അരി മോഷ്ടിച്ച് 2-3 കപ്പ് ബോയ്സിൻ്റെ ടീമിലോട്ട് ഇടുകയാണ്. അത് രഞ്ജിത്ത് അറിയുന്നുണ്ട്, രഞ്ജിത്ത് ആരോടും പറയുന്നില്ല. നേരം വെളുക്കുന്നു, സൗന്ദര്യം എടുത്ത് റയാൻ മിണ്ടുന്നില്ല. അപ്പോൾ എന്താണ് നീ എൻ്റെ അടുത്ത് മിണ്ടാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ റയാൻ എന്ത് ചെയ്യുന്നു, ഇന്നലെ ഈ ഒരു മോതിരം സൗന്ദര്യ റയാനെ കൊടുത്തിരുന്നു. ഇങ്ങനെ മാലയിൽ കെട്ടിയിരുന്നു റയാൻ. ആ മാലയൊക്കെ ആ മോതിരമൊക്കെ തിരിച്ചു കൊടുക്കുന്നു. സൗന്ദര്യ പോയി ജെഫ്രി എടുത്ത് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്തത്, എന്നിട്ടാണ് അങ്ങോട്ട് വന്നത്, എന്നിട്ട് ഇപ്പോൾ അവൻ എൻ്റെ അടുത്ത് മിണ്ടല്ല, പോയി സോൾവ് ചെയ്യും. റയാനെ എന്ത് പറ്റി, വാ മിണ്ട് എന്നൊക്കെ ജെഫ്രി പറയുന്നുണ്ട്. വിശാലിൻ്റെ പോയി പറയുന്നുണ്ട്, എടാ സംസാരിക്കണില്ലടാ, ഇവന് ജെഫ്രിക്ക് വേണ്ടിയാണ്ടാ ഞാൻ അവൻ്റെ അടുത്ത് അങ്ങോട്ട് പോയത്, എന്നിട്ട് ഇപ്പം അവൻ എൻ്റെ അടുത്ത് മിണ്ടല്ലടാ എന്നൊക്കെ പറയുവാണ്. പിന്നീടാണ് ലിവിംഗ് റൂമിൽ വിളിച്ചു വരുത്തിയിരുത്തുന്നു എല്ലാവരെയും. ഓഡിയൻസ് പോളിൽ എല്ലാവരും ഒരേ കളർ ഇടണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഗേൾസ് ടീമിലുള്ള. അപ്പോൾ അതാണ് അടുത്ത്. മുത്തു, വിശാല്, അതുപോലെ സത്യ, ദീപക് ഇവരൊക്കെ നിൽക്കുമ്പോൾ ഇന്ന് ഫുഡ് നമുക്ക് രാവിലെ ഫുഡ് ഉണ്ടാക്കാം, ഉച്ചയ്ക്ക് നമുക്ക് പട്ടിണി ഇരിക്കാം, രാത്രി ഫുഡ് കഴിക്കാം, നാളെ അങ്ങനെ പ്രിപ്പയർ ചെയ്യാം, മറ്റന്നാൾ ശനിക്കിഴമയാണ്, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നെല്ലാം പറയുകയാണ്. ഫുഡിൻ്റെ ഷെഡ്യൂൾ പറയുന്നു. അതിനുശേഷമാണ് നമ്മുടെ ലിവിംഗ് റൂമിൽ വീണ്ടും വരുന്നു. ലിവിംഗ് റൂമിൽ വീണ്ടും വിളിച്ചിരുത്തുമ്പോഴാണ് ബിഗ് ബോസ് ചോദിക്കുന്നത്, അരുൺ ഈ ഒരാഴ്ച മൊത്തം നിങ്ങളുടെ ഒരു തുണി, ഒരു ക്യാപ്പ് പോലൊരു സാധനം തന്നിട്ട് അത് ധരിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ധരിച്ചില്ല, പോയി എടുത്തിടൂ എന്ന് പറയുന്നു. അരുൺ ഓക്കെ ബോസ് ഞാൻ എടുത്തിടാം എന്ന് പറഞ്ഞിട്ട് പോയി എടുത്തിടുന്നു. അപ്പോഴാണ് മഞ്ചരി പറയുന്നത്, ക്യാപ്റ്റൻ ആ ക്യാപ്പ് ഇട്ടിട്ടില്ല. ക്യാപ്റ്റനോട് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞിരുന്നു, പലരും പറഞ്ഞിരുന്നു ക്യാപ്റ്റനോട് ഇടണോ എന്ന് പറഞ്ഞിട്ട് പോലും ക്യാപ്റ്റൻ എടുത്തു, അയ്യോ സോറിയേ ഞാൻ ഇടണോ എന്നൊക്കെ ഇങ്ങനെ എന്നെ കളിയാക്കി ചോദിച്ചു. അപ്പോൾ അരുൺ പറയാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൈയെടുത്ത് കുമ്പിട്ട് ഞാൻ സോറി പറഞ്ഞതാണ്, നിങ്ങളെ കളിയാക്കിയത് അല്ല, വേറെ ഒന്നുമല്ല. അപ്പൊ മഞ്ചരി പറയാണ്, നിങ്ങൾ ഈ ക്യാപ്റ്റനായിട്ട് തന്നിട്ടുള്ള ഈ നിയമം പാലിക്കാത്തതുകൊണ്ട് ഈ ഒരാഴ്ച ഫുള്ള് നിങ്ങൾ ഈ സാധനം ഇടണമെന്ന് പറഞ്ഞാൽ നിങ്ങളത് പാലിച്ചില്ല. പലരും പറഞ്ഞു, എന്നിട്ട് നിങ്ങളത് പാലിച്ചില്ല, നിങ്ങളത് മൈൻഡ് ചെയ്യാതെ കളഞ്ഞത് കൊണ്ട് നിങ്ങളുടെ ഒരു സ്ട്രിങ് ഞാൻ പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അരുണിൻ്റെ ഒരു സ്ട്രിങ് പൊട്ടിച്ചെടുക്കുകയാണ്. ആര്, നമ്മുടെ മഞ്ചരി. അപ്പോൾ 5-ൽ ഒരു സ്ട്രിങ് പോകുന്നു. 4 എണ്ണം കൂടി പോയി കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി പദവി തെറിക്കും. അപ്പോൾ അടുത്ത സൗന്ദര്യ,
ക്യാപ്റ്റൻ ഇവിടെ മൈക്ക് ഒരാൾ ഇടാത്തതിന് മറ്റൊരാൾക്കാണ് ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതത്ര ശരിയാണെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വീട്ടുകാരെല്ലാവരും കൂടെ ഇടപെടുന്നത് അങ്ങനെയല്ല, നീ കരുതി വെച്ചിരിക്കുന്ന തെറ്റാണ്. അപ്പോൾ ദീപക് ടാസ്ക് വായിക്കാൻ വന്ന് നിൽക്കുകയാണ്. എനിക്ക് ടാസ്ക് വായിക്കണം. ദീപക് പറയുന്നത് എനിക്ക് ടാസ്ക് വായിക്കണം. സൗന്ദര്യം ഞാൻ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. അപ്പം വീട്ടുകാർ സമ്മതിക്കുന്നില്ല. നീ പറഞ്ഞ തെറ്റാണ് സൗന്ദര്യം. ഓക്കെ തെറ്റാണെങ്കിൽ വിട് എന്ന് പറഞ്ഞാൽ സൗന്ദര്യം ആദ്യമായിട്ട് ഒരു തെറ്റ് സമ്മതിക്കുകയാണ്. നമുക്കറിയാം സൗന്ദര്യം ഇന്ന് വരെ 40 ദിവസമായി ബിഗ് ബോസ് സീസൺ 8 തമിഴ് തുടങ്ങിയിട്ട്. സൗന്ദര്യം തെറ്റുണ്ടെങ്കിൽ സമ്മതിക്കില്ല, അലച്ച് കീറി ബഹളം വെച്ച് ഒക്കെയാണ്. ഇന്ന് സൗന്ദര്യ സമ്മതിച്ചിരിക്കണം. അതെ തെറ്റാണെങ്കിൽ വേണ്ട, ഞാൻ പറിച്ചെടുക്കുന്നില്ല. സ്ട്രിങ് പറിച്ചെടുക്കാനാണ് പോയത്, സ്ട്രിങ് പറിച്ചെടുക്കുന്നില്ല. അപ്പോഴാണ് ഡെയിലി ടാസ്ക് 2 വരുന്നത്. വേറെ ഒന്നുമല്ല, ആക്ടിവിറ്റി ഏരിയയിൽ 3 സെക്ഷനായിട്ടാണ് ഈ ടാസ്ക് നടക്കുന്നത്. 3 സെക്ഷൻ മീൻസ് 10 വേർഡ്സ് വീതമുള്ള 3 സെറ്റ്. അതായത് 10 വേർഡ്സ് 10 വേർഡ്സ് 10 വേർഡ്സ്, അപ്പം 30 വേർഡ്സ് ടോട്ടൽ. ആദ്യത്തെ 10 വേർഡ്സ് ഒരു കഥയായിരിക്കും, രണ്ടാമത്തെ 10 വേർഡ്സ് ഒരു കഥയായിരിക്കും, മൂന്നാമത്തെ 10 വേർഡ്സ് ഒരു കഥയായിരിക്കും. ആദ്യത്തെ 10 വേർഡിലെ ഓരോ വേർഡും ഓരോ ഫ്രെയിമാണ്. ഒരു വേർഡ് ഒരു ഫ്രെയിം, ഒരു വേർഡ് ഒരു ഫ്രെയിം, ഒരു വേർഡ് ഒരു ഫ്രെയിം, ഇതെല്ലാം മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. ആദ്യത്തെ 10 മിക്സ് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ 10 മിക്സ് ചെയ്തിട്ടുണ്ട്, മൂന്നാമത്തെ 10 മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ബോർഡ് ഉണ്ട്, ആ ബോർഡിൽ ഒന്നാമത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10, ഈ 3 സെക്ഷനിലെ ഫ്രെയിം ഒട്ടിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇത് എങ്ങനെ ഒട്ടിക്കണം? ഈ ഫ്രെയിം ഇപ്പം അടുക്കിയിട്ടിരിക്കുന്ന ഈ 10 ഫ്രെയിം ആദ്യത്തെ ഒന്നാമത്തെ സെക്ഷൻ്റെ ആണെങ്കിൽ ഈ 10 ഫ്രെയിം ഒരു കഥയാണ്. അപ്പോൾ ഈ കഥ വായിച്ചിട്ട് നമുക്ക് എന്താണോ എങ്ങനെയാണോ തോന്നുന്നത് അതിന് കണക്കായിട്ട് പറക്കി ഒട്ടിക്കണം. ടാസ്ക് ഒരേ സമയത്താണ് ആണുങ്ങളും പെണ്ണുങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ ആരാണോ ആദ്യം കംപ്ലീറ്റ് ആയിട്ട് മുഴുവൻ ഒട്ടിച്ചെല്ലാം കറക്റ്റ് ആണെന്ന് തോന്നുന്നു അവർ ബസർ അടിക്കണം. അവർ ബസർ അടിച്ചതിന് ശേഷം എന്ത് ചെയ്യും? ബിഗ് ബോസിന്റെ TV ഉണ്ട്, TV കാണിക്കും കഥ ശരിയാണോ എന്നുള്ള കാര്യം. അപ്പോൾ ശരിയായിട്ടുള്ള കഥയ്ക്ക് എത്രാമത്തെ പൊസിഷനിൽ, ഒന്നാമത്തെ പൊസിഷനിൽ ശരിയാണെങ്കിൽ 1 പോയിന്റ്, അങ്ങനെ ഓരോരുത്തർക്കും വീതം പോയിന്റുകൾ കിട്ടും എന്ന് പറയുവാണ്. ഓക്കെ, അതാണ് ഡെയിലി ടാസ്ക് 2. 2 പേർക്ക് വെച്ച് മത്സരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആനന്ദിയും ജാക്ലിനുമാണ് ബോയ്സ് ടീമിൽ നിന്ന് പോകുന്നത്. ഗേൾസ് ടീമിൽ നിന്ന് പോകുന്നത് മുത്തു മരണുമാണ് ബോയ്സ് ടീമിൽ നിന്ന് പോകുന്നത്. അതിൽ നിന്ന് നമ്മുടെ ദീപക്, വിധി കർത്താവ്, ജഡ്ജ്. ആനന്ദി ആദ്യമെല്ലാം പറക്കി ഒട്ടിച്ച് ബസർ അടിക്കുന്നു. അരുണം അടിക്കാൻ വരുന്നു, പക്ഷേ ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ ആനന്ദി അടിക്കുന്നു. അങ്ങനെ ഇങ്ങനെ നോക്കിയാണ് ആദ്യത്തെ 10 എണ്ണം അടുക്കി വെച്ചതിൽ ഗേൾസിന് 1 എണ്ണം മാത്രമേ ശരിയാവുന്നുള്ളൂ. രണ്ടാമത്തെ 10 എണ്ണത്തിൽ ഗേൾസിന് 6 എണ്ണം ശരിയാവുന്നു. മൂന്നാമത്തെ 10 എണ്ണത്തിൽ ഗേൾസിന് 8 എണ്ണം ശരിയാവുന്നു. പ്ലാസ്മ TV കാണിക്കുകയാണ്. അപ്പം ആനന്ദി പറയണത് ഒരെണ്ണം താഴ്ന്നു പോയതുകൊണ്ടാണ് നമ്മളെല്ലാം പറക്കി വെച്ചത്, അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ബോയ്സ് ടീമിനകത്ത് ആദ്യത്തേൽ തന്നെ 6 എണ്ണം, രണ്ടാമത്തേൽ 10 എണ്ണം കറക്റ്റ് ആവുന്നു, മൂന്നാമത്തേൽ 3 എണ്ണം കറക്റ്റ് ആവുന്നു. അപ്പോൾ ടോട്ടൽ ഗേൾസ് ടീം 15 എണ്ണം കറക്റ്റ് ആക്കുന്നു. ഈ കഥ 30 എണ്ണം കറക്റ്റ് അടുക്കി വെക്കാനുള്ളത് 30ൽ 15 കരസ്ഥമാക്കുമ്പോൾ ബോയ്സ് ടീം 30ൽ 19 കരസ്ഥമാക്കി ഡെയിലി ടാസ്ക് 2 ബോയ്സ് ജയിക്കുവാണ്. ഡെയിലി ടാസ്ക് 1 ഇന്നലെ നടന്നതിൽ ഗേൾസ് ആണ് ജയിച്ചത്. ഡെയിലി ടാസ്ക് 2 ബോയ്സ് ജയിച്ചു. ഓക്കെ, അതിനുശേഷം പിന്നീട് തക്കാളിയൊക്കെ കിച്ചണിൽ കുക്ക് ചെയ്യുന്നതിനിടയിൽ കൂടി മുത്തു ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇത് ഗേൾസിൻ്റെ തക്കാളിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല. മുത്തു എടുക്കുന്നുണ്ട് ആരുടെയൊക്കെ തക്കാളികൾ. പിന്നീട് അതിനുശേഷമാണ് നമുക്കറിയാം ഈ ആഴ്ച കിച്ചൺ ടീമിൽ റയാനും സാച്ചനയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശാലാണ് കിച്ചൺ ഇൻചാർജ്. വിശാൽ പറയാണ്, റയാൻ നീ പോയി കുക്ക് ചെയ്തോ, ലൈൻ ക്രോസ് ചെയ്ത് പോയി കുക്ക് ചെയ്തോ. പക്ഷെ നീ അവിടെ കുക്ക് ചെയ്ത് തീരുന്നത് വരെയും എന്ത് ചെയ്യണം? ഇവിടുത്തെ പെൺകുട്ടികൾ, നീ കുക്ക് ചെയ്ത് തീരുന്നവരെ ഇവിടുത്തെ ബാക്കിയുള്ള നിന്റെ ടീമിലുള്ള ബാക്കി എല്ലാവരും ഇങ്ങനെ ഇടുപ്പിൽ ഇങ്ങനെ കൈയും കൊടുത്ത് ഇങ്ങനെ നടക്കണം എന്ന്, ഇതാണ് ടാസ്ക് എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും റയാൻ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് റയാൻ നേരെ പോയി ഇത് ഗേൾസിൻ്റെ പറയുന്നു, ഇതാണ് ടാസ്ക്. അപ്പോഴത്തേക്കും ഗേൾസ്, എന്തിന്? നീ അല്ലേ അവിടെ പോയി കുക്ക് ചെയ്യുന്നത്, നീ അവിടെ പോയി കുക്ക് ചെയ്യുന്നതിന് ടാസ്ക് തരാനുള്ള നിനക്കാണ്, നമ്മളത് ചെയ്യേണ്ട കാര്യമില്ല. ഇതെന്താണ് ഒരു ടാസ്കിന് മര ടാസ്ക് ഇപ്പോൾ എല്ലാവരെ കൊണ്ടും ചെയ്യിക്കണം. ഞാൻ ഇപ്പോൾ ആലോചിച്ച് പടച്ചവനെ സുരിത എങ്ങാനും ഉണ്ടായിരിക്കണം, അടിച്ച് കീറിയാണ് എല്ലാത്തിനെയും കൂടി. അപ്പം അരുൺ വരുന്നു, ക്യാപ്റ്റൻ ആണല്ലോ, പറയണ അത് നീ കാണിച്ച് ശരിയായില്ല വിശാൽ, റയാൻ അല്ലേ അത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അപ്പോൾ പിന്നെ അത് റയാൻ ചെയ്യട്ടെ. റയാൻ എന്തെങ്കിലും ഈ ടാസ്ക് കൊടുത്തിട്ട് അത് റയാൻ ചെയ്യട്ടെ. അപ്പോൾ മുത്തു വിടട, അവർക്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വിട്, ഗേൾസിന് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വിട്. അപ്പൊ അപ്പോഴാണ് ജാക്കലിൻ പറയുന്നത്, ഒരു കാര്യം ചെയ്യാം, റയാൻ അവിടെ പോയി ഫുഡ് ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ അല്ലേ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും റയാൻ ഫുഡ് പ്രിപ്പയർ ചെയ്ത് തീരുന്നത് വരെ നമുക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം, നമുക്ക് ആ ഒരു ടാസ്ക് ചെയ്യാം. അപ്പോൾ ആനന്ദി, അതെങ്ങനെ ശരിയാവും? ഇവിടെ ഈ പറയുന്ന റയാന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ വെസൽ ക്ലീൻ ചെയ്യാനായിട്ട് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ, സാജന അവിടെ നിൽക്കുന്നത് നമ്മളെ എല്ലാവരുടെയും വെസൽ ക്ലീൻ ചെയ്യാനാണ്. അപ്പം സാജന വെസൽ ക്ലീൻ ചെയ്യുന്നവരെ നമ്മളിങ്ങനെ ചെയ്യണോ? വേണ്ടല്ലോ. അപ്പം എന്തിനാണ് ഇങ്ങനെ ഈ അവസാനം എല്ലാവരും എല്ലാത്തിനും വേണ്ടി ചെയ്യേണ്ടി വരും? അത് ആനന്ദി പറഞ്ഞ കാര്യമാണ്. ഇത്തിരി ഹോളിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ അവിടെ സൂചി മൊത്തം കയറ്റി നിറയ്ക്കും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇത് ചെയ്യരുത് എന്ന് വരും കാര്യം പറഞ്ഞു. അപ്പോൾ വിശാൽ
ആദ്യം ഈ ഐഡിയ പറഞ്ഞു കൊടുക്കുന്ന ആരാണ്? ജാക്ലിനാണ് ഇത് പറയുന്നത്. നമുക്ക് വേണ്ടിയല്ലേ അവൻ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്, അപ്പം നമുക്ക് എല്ലാവർക്കും ടാസ്ക് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് വിശാൽ പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഗെയിം മൈൻഡാണ് എന്നൊക്കെയുള്ള ആ ഒരു തോന്നല് വിശാൽ പറയാണ്. അത് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും വേണ്ടിയല്ലേ ഫുഡ് ഉണ്ടാക്കുന്നത്, അപ്പോൾ എല്ലാവരും ടാസ്ക് ചെയ്യട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സത്യം ഇത് എവിടെ നിന്നാണ് കേട്ടത്? ജാക്ലിൻ്റെ അടുത്ത് നിന്നാണ് ഈ സാധനം കേട്ടത്. എന്നിട്ട് സ്വന്തമായിട്ട് എന്തോ ഉണ്ടാക്കി മലമറിച്ചാണ് കാരണം വിശാൽ പറയുന്നത്. കറക്റ്റായിട്ട് എപ്പിസോഡിൽ നിന്ന് മനസ്സിലാവും നമുക്ക്. അപ്പം മഞ്ചരി എനിക്കതിന് പറ്റില്ല. എല്ലാവരും അത് ചെയ്യാൻ വേണ്ടെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഓക്കെ, പുറത്ത് ആനന്ദി അൻഷിത അടുത്ത് പറയുന്നത് നമ്മൾ കൈ ഇടുപ്പിൽ കൊടുത്ത് ഇങ്ങനെ കാണിക്കണമെന്ന് പറഞ്ഞാൽ അത് പെണ്ണുങ്ങളെ കളിയാക്കി കാണിക്കുന്ന ബോഡി ലാംഗ്വേജ് ആണ്. അത് നമ്മൾ കാണിച്ച് അവൻ ടാസ്ക് ചെയ്ത് തീരുന്നവരെ നടക്കണമെന്നാണ്. ടാസ്ക് അല്ല, അവൻ ഫുഡ് ഉണ്ടാക്കി തീരുന്നവരെ നടക്കണമെന്നാണ് പറഞ്ഞത്. ഈ 3 മണിക്കൂറാണ് ഫുഡ് ഉണ്ടാക്കാൻ. ഈ 3 മണിക്കൂർ നമ്മളങ്ങനെ ചെയ്ത് നടക്കണോ? എന്താണോ ഉദ്ദേശിക്കുന്നത്? അത് പറ്റത്തില്ല എന്ന് പറയുകയാണ്. അങ്ങനെ നേരെ എന്ത് ചെയ്യുന്നു, നമ്മുടെ തിരിച്ചു വരുന്നു. അവിടെ ഡിസ്കഷൻ നടക്കണം. ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്, അപ്പുറം ഇരിക്കും. എല്ലാവർക്കും ഓക്കെയാണ്. ഓക്കെ എല്ലാവർക്കും ഓക്കെയാണ് എന്നൊക്കെ ചോദിച്ച് വരികയാണ്. അപ്പോഴത്തേക്കും ആരുൺ 9 പേര് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, ഇനി 10ാമത് ഒരാളാണല്ലോ. ആനന്ദി നീ ചെയ്യുമോ? ആനന്ദി എനിക്ക് പറ്റത്തില്ല, ക്യാപ്റ്റൻ പറയുകയാണെങ്കിൽ ഞാൻ വന്നത് ചെയ്യാം, അല്ലാതെ എനിക്ക് ഇത് ചെയ്യാൻ താല്പര്യമില്ല. അപ്പം മഞ്ചരി അതോട് പറയാണ് കുക്കിംഗ് ഒരു കാര്യം ചെയ്യാം, കുക്കിങ്ങിൻ്റെ ഫുൾ ടൈം അവിടെ ഇപ്പോൾ 3 മണിക്കൂർ കുക്ക് ചെയ്യാൻ പോവുകയാണ് ഈ റയാൻ. അപ്പോൾ ഈ 3 മണിക്കൂർ നമ്മളെ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സൗന്ദര്യ ആനന്ദിക്ക് എന്താ പ്രോബ്ലം? ആനന്ദിക്ക് എന്താണ് പ്രോബ്ലം? എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ പറഞ്ഞല്ലോ. അപ്പോൾ സാജനയെ വിളി. സാജന അപ്പുറത്ത് പാത്രം കഴിക്കൊണ്ടിരിക്കുന്നു. സാജനയെ കൂടി വിളി. അപ്പോൾ സാജന ഞാൻ ഡിസ്കഷനിൽ വരട്ടെ, ഞാൻ ഡിസ്കഷൻ ഒന്ന് ചെയ്തോട്ടെ, പറഞ്ഞോട്ടെ. എന്താ? അപ്പോൾ ജാക്ലിൻ നമുക്കങ്ങനെ നിൽക്കാം. അപ്പോൾ എന്താ കുഴപ്പം? നമുക്ക് വേണ്ടിയല്ലേ ഫുഡ് ഉണ്ടാക്കാൻ? അപ്പോൾ നമുക്കങ്ങനെ നിൽക്കാം, എന്താ പ്രോബ്ലം? അപ്പോൾ സാജന എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല, ഞാൻ എന്തോന്ന് പറയാം, എനിക്കൊരു പ്രോബ്ലം ഇല്ല. അപ്പോൾ സൗന്ദര്യ കുറച്ച് കഴിഞ്ഞിട്ട് ചെവി പൊത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തോ നലപ്പത് സ്വസ്ഥത തന്നെയല്ലോ നാശങ്ങൾ പറഞ്ഞ് ചെവിയും പൊത്തിയിരിക്കുന്നു. ജാക്ലിൻ ഇത് ചെയ്യുന്നത് ശരിയല്ല. സൗണ്ട് നീ പറയണത് ശരി, ഈ ചെവിയും പൊത്തി കേൾക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? നീ ആയിട്ട് തന്നെയല്ലോ അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ എല്ലാവരും ഓക്കണം, പിന്നെ നീ എന്തിനിങ്ങനെ ഇരിക്കുന്നു? കുറച്ച് കഴിയുന്നു. സൗന്ദര്യം എന്ന് പറയാ ആനന്ദി വരുന്നു. ഈ സൗന്ദര്യയിലെ പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലേ, എല്ലാവർക്കും ഓക്കെയാണ്. അപ്പോൾ പവിത്ര അവിടെ ഇല്ലായിരുന്നു. പവിത്ര സത്യം പറഞ്ഞാൽ ആ ഏരിയയിലേ ഇല്ലായിരുന്നു. കുളിക്കാൻ എന്തോ പോയിരുന്നു. പവിത്ര വന്നിട്ട് ഇതെന്തോന്ന്, ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലല്ല. അപ്പോഴാണ് ആനന്ദി, അതിനിവിടെ സൗന്ദര്യം സ്വയം പ്രഖ്യാപിച്ച് നടക്കുകയല്ലേ, എല്ലാവർക്കും ഓക്കെയാണ്, ആനന്ദിക്ക് മാത്രമാണ് ഓക്കെ അല്ലാത്തതെന്ന് പറഞ്ഞുകൊണ്ടില്ലേ സ്വയം പ്രഖ്യാപിച്ച് നടക്കുകയല്ലേ എന്ന് പറയുന്നു. വാ വഴക്കൂടണ്ട, ഡിസ്കഷന് പോകാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നേരെ ഡിസ്കഷന് പോകുന്നു. പവിത്ര മാത്രം പോകുന്നില്ല, പവിത്ര അവിടെ ഇരിക്കുന്നു. പവിത്ര വാ, ഞാൻ അല്ലെങ്കിലും ആരും അല്ലല്ലോ, നിങ്ങൾ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, അത് ഞാൻ ഓക്കെ പറയുന്നു. ഞാൻ പറയുന്ന കാര്യം കേൾക്കാത്തടത്ത് ഞാൻ എന്തിനു പറയണം? ഡിസ്കഷൻ നിങ്ങൾ പോയി ഡിസ്കസ് ചെയ്യും എന്ന് പറയാണ്. ഒരുവിധം വിളിച്ചുകൊണ്ട് പോകുന്നു ഈ പവിത്രയെ. വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസ്കഷൻ നടക്കുവാണ് ഗേൾസ് ടീമിനകത്ത് നിന്ന്. ഇവിടെ ടൈം ഇത്രയും നേരം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ടാസ്ക് ചെയ്യാം, ഇത്രയും നേരം ടാസ്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം സാജന ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാതൊരു കാര്യം ചെയ്തു. ഇന്നലെ രാത്രി ഞാൻ അവർക്ക് ഫുഡ് അരി എടുത്ത് കൊടുത്തു, അവരാരും അറിഞ്ഞില്ല, രഞ്ജിത്തന്നെ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ അതിന് ഞാൻ സോറി കേൾക്കുന്നു, എല്ലാവരുടെയും പാതിയാണ് ഞാൻ എടുത്ത് കൊടുത്തത് എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും എല്ലാവരും നല്ല കാര്യമാണ്, പക്ഷെ നമ്മൾ ചെയ്തത് നല്ല കാര്യമാണ്, നീ ചെയ്തത് ഓക്കെ. ആരും സാജനെ കുറ്റമൊന്നും പറയുന്നില്ല. സാജന ചെയ്തത് റൂൾ ബ്രേക്കാണ്, സാധനം കൊടുത്തുകൂടാ, റൂൾ ബ്രേക്കാണ്. പക്ഷേ എല്ലാവരും പറഞ്ഞ റൂൾ ബ്രേക്കാണ്, പക്ഷെ നീ ചെയ്തതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ അവന്മാർ ഒരു നന്ദി നഷ്ടവുമില്ലാത്ത ആൾക്കാരാണ്. നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തിരിച്ച് ചെയ്യാത്തതോ നമ്മളെപ്പറ്റി ഒരു കരുതലും ചെയ്യാത്ത, നമ്മളെ എവിടെ അടിച്ചമർത്താം, ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വിഷയം ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് അവന്മാർ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനോട് എതിർപ്പുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. അരുൺ നേരെ ഗേൾസ് ടീമിനകത്ത് വരുന്നു. അവർ ടാസ്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഫുഡ് ഉണ്ടാക്കി തീരുന്നത് വരെ അവർക്ക് ടാസ്ക് ചെയ്യാൻ പറ്റില്ലെന്നാണ് ഗേൾസ് പറയുന്നത്. ബോയ്സ് ഓക്കെ നമ്മൾ സമ്മതിക്കാം. സൗന്ദര്യയും ജാക്കലിനും കൂടെ അടുത്ത വിഷയം നടക്കുന്നു. സൗന്ദര്യം പറയണ സാജനയ്ക്ക് മര്യാദയില്ലടി, എടി വാടി പോടി എന്നൊക്കെ ആരടുത്ത് മര്യാദ കാണിക്കുന്നില്ല. അപ്പോൾ സാജന ഞാൻ എപ്പം നിങ്ങളെ എടി പൊടി വാടി എന്ന് വിളിച്ച്? ഞാൻ വിളിച്ചൊന്നുമില്ല, ഞാൻ ആ സ്കൂൾ ടാസ്കിലല്ലാതെ വേറെ ഒന്നിനും വിളിച്ചില്ല. അപ്പം സൗന്ദര്യ എന്നെ നീ വിളിച്ചു, അങ്ങനെ എന്തോ ആവട്ടെ, ഇനി നീ എന്നെ ചേച്ചിന്ന് വിളിച്ചാൽ അത് കേട്ടല്ലോ. ഓക്കെ. കുറച്ച് കഴിയുന്നു. സൗന്ദര്യ റയാനെ വിളിച്ചുകൊണ്ട് നേരെ ഗാർഡൻ ഏരിയയിലോട്ട് പോവാണ്. അപ്പോൾ സൗന്ദര്യ അവൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അവൾ ആർക്കും മര്യാദ കൊടുക്കുന്നില്ല, കുറേ പേർക്ക് മര്യാദ കൊടുക്കുന്നില്ല. അപ്പം റയാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സൗന്ദര്യ, നീ അവിടെ ഒരു ഇഷ്യൂ നടന്നപ്പോൾ എൻ്റെ കൈയും പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അകത്ത് പോയി നീ ഫുഡ് ഉണ്ടാക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് കാണിച്ച എക്സ്പ്രഷൻ, അല്ലെങ്കിൽ എല്ലാവരും നിന്നപ്പോൾ കാണിച്ച എക്സ്പ്രഷൻ, അത് ശരിയാണോ? ബാക്കിയുള്ളവരുടെ ശരിയും തെറ്റൊക്കെ നീ കണ്ടുപിടിക്കുന്നുണ്ട്, ഇത് നീ ശരിയാണോ? സൗന്ദര്യ പൊട്ടുന്നു സൗന്ദര്യ. പിന്നെ ആ സീൻ കാണിക്കുന്നില്ല. അതിനുശേഷം അരുൺ ഗേൾസിൻ്റെ അടുത്ത് പറയുവാണ്. ഗേൾസ് എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ അവർ
തരും. അവർ ചില പറയാം 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്, അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊരു ടൈമിംഗ് ഉണ്ടാവുള്ളൂ. പിന്നെ ഫുഡ് ഇന്ന് ലേറ്റായി, അപ്പോൾ അതുകൊണ്ട് ഞാൻ സോറി പറയുന്നു എന്നൊക്കെ അരുൺ ഗേൾസിനോട് സോറി പറയുന്നു. ഓക്കെ, ആ പ്രോബ്ലം അങ്ങ് സോൾവ് ആവുന്നു. അതിനുശേഷമാണ് പിന്നീട് നമ്മുടെ ഗോ ഐ ബിബോര ഒരു ടാസ്ക് വരുന്നത്. ഗോ ഐ ബിബോര ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ട് അമ്പുണ്ട്. അമ്പ് കുറേ ഒരു ബോർഡിൽ കുറച്ച് സ്ഥലങ്ങൾ ദുബായ്, ലൊണാവല, ജയ്പൂർ, തായ്ലൻഡ് എന്നൊക്കെ പറഞ്ഞ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് 3 ചാൻസ് ഉണ്ട്. അമ്പ് ചെയ്ത് ഏതൊക്കെ എടുത്താണോ കുത്തുന്നത് അവിടെയൊക്കെ പോവാം. അങ്ങനത്തെ ഓരോരുത്തർക്ക് ഇങ്ങനെ അടിച്ചിടുന്നു, കുത്തുന്നു. അത് നല്ല എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. ഇവർക്ക് ഫ്രീ ആയിട്ട് ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഗോ ഐ ബിബോയുടെ സ്പോൺസർഡ് ടാസ്ക് ആണ് സാധനം. അടുത്ത് സാജനയും സൗന്ദര്യവും കൂടെ. സാജന പറയാണ്, ഞാൻ എപ്പോൾ നിങ്ങളോട് മര്യാദ ഇല്ലാതെ സംസാരിച്ചു എന്നാണ് നിങ്ങൾ പറയുന്ന സൗന്ദര്യം. അപ്പോൾ സൗന്ദര്യം പറയണം, ഇഷ്ടം പോലെ എന്നോട് സംസാരിച്ചു. നീ എടുത്ത് നേരത്തെ പറഞ്ഞു സ്കൂൾ ടാസ്കിൽ വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത്. അപ്പം ഞാനിന്ന് ആലോചിച്ചപ്പോഴാണ് ഒരുപാട് തവണ നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എപ്പം ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കിപ്പോൾ ഓർത്തെടുക്കാൻ വയ്യ. പക്ഷേ നീ ഒരുപാട് തവണ നീ പറഞ്ഞു എന്നോടെന്നല്ല, നീ എല്ലാവരോടും മാനേഴ്സ് ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ സാധ്യത ഞാൻ എല്ലാവരിടത്തും തിരക്കി നോക്കി, ആരും പറഞ്ഞില്ല മാനേഴ്സ് ഇല്ലാതെയാണ്, സൗന്ദര്യം മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് തോന്നിയതായിരിക്കാം. അപ്പോൾ സാധ്യത അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്നു, തീർന്നല്ലോ എന്ന് പറയുന്നു. അടുത്ത് ഡെയിലി ടാസ്ക് 3 വരുവാണ്. വേറെ ഒന്നുമല്ല, കുപ്പി മലത്തി വെക്കുക. നമ്മൾ അറിയാമല്ലോ, വെള്ളം നിറച്ച കുപ്പി ഇങ്ങനെ പൊക്കിയൊക്കെ കറക്കി ഇങ്ങനെ നേരെ ഇങ്ങനെ കുത്തി നിർത്തും. ഇങ്ങനെ ഇരിക്കുന്ന കുപ്പി നമ്മളിങ്ങനെ കറക്കി ഇങ്ങനെ കുത്തി നിൽക്കണം. അതാണ് ടാസ്ക്. ആണുങ്ങളിൽ നിന്നും പങ്കെടുക്കാൻ പോവാം, പെണ്ണുങ്ങളിൽ നിന്നും പങ്കെടുക്കാൻ പോവാം. വേറെ ഒന്നുമല്ല, ഒരേ സമയമാണ് ടാസ്ക് ചെയ്യേണ്ടത്. അപ്പുറത്തും ഇപ്പുറത്ത് നിന്നാണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. കുപ്പി ഓരോ തവണയും ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യണം. ആദ്യം ഒരാൾ ഫ്ലിപ്പ് ചെയ്യണം. അപ്പം അവിടെ വന്ന് നേരെ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത തൊട്ട് പിറകെ നിൽക്കുന്ന ആൾ വന്ന് ഫ്ലിപ്പ് ചെയ്യും. നേരെ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു വെള്ളം വെച്ചിരിക്കും. ആ വെള്ളം എടുത്ത് കുടിക്കണം. അത് ചിലപ്പോൾ കയ്പുള്ള വെള്ളമായിരിക്കും, ഇനിപ്പുള്ള വെള്ളമായിരിക്കും, എന്തോ ആയിരിക്കും, കഷായമായിരിക്കും. ആ വെള്ളം ഒരു ഗ്ലാസ്, ചെറിയൊരു കപ്പാണ്, ചെറിയൊരു നമ്മുടെ ഫുൾ ജാർ സോഡയ്ക്കൊക്കെ ഇരുന്ന ചെറിയ കപ്പില്ലേ, അതുപോലെ ചെറിയൊരു കപ്പിൽ വെള്ളം കുടിക്കണം. അവിടെ വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം കുടിക്കണം. എന്നിട്ട് വീണ്ടും ഫ്ലിപ്പ് ചെയ്യണം. ഫ്ലിപ്പ് ആവുന്നത് വരെയും, ഫ്ലിപ്പ് ആയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. ഓരോ തവണ ഫ്ലിപ്പ് ആവാതിരിക്കുമ്പോഴും വെള്ളം കുടിക്കണം, ഫ്ലിപ്പായില്ലേ, വെള്ളം കുടിക്കണം, ഫ്ലിപ്പായില്ലേ, വെള്ളം കുടിക്കണം. അങ്ങനെ വെള്ളം കുടിപ്പിക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു അത്. അത് നിസാര വെള്ളമല്ല, പച്ച വെള്ളമൊന്നുമല്ല. പാവയ്ക്ക ജ്യൂസും കാഞ്ഞല കുരുവൊക്കെ ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. അതിനിടയ്ക്ക് വേപ്പിൻ്റെ ഇലയൊക്കെ ഉണ്ടെന്നൊക്കെ ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അതിനകത്ത് വിശാല് ഒരെണ്ണം വയ്ക്കുന്നു, ഒരു ഫ്ലിപ്പ് വയ്ക്കുന്നു, ദീപക് ഒരെണ്ണം വയ്ക്കുന്നു, സത്യ ഒരെണ്ണം വയ്ക്കുന്നു, റയാൻ ഒരെണ്ണം വയ്ക്കുന്നു ഗേൾസ് ടീമിൽ നിന്നും, സാജന ഗേൾസ് ടീമിൽ നിന്നും, മഞ്ജരി ഗേൾസ് ടീമിൽ നിന്നും, പവിത്രയും ശിവയും അറ്റ് എ ടൈം വരികയാണ്. എൻ്റെ പൊന്നെ, അവർ ഒരുവിധ 2 പേരെ കൊണ്ടും പറ്റുന്നില്ല. പവിത്രനാണെങ്കിൽ കുടിച്ച് ഒരുവിധ അവസാനം ഒരു ജഗ് വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ ജഗ് കുടിച്ച് പവിത്രയും ശിവയും കൂടെ തീർക്കുമ്പോൾ ബിഗ് ബോസ് പറയണം ടാസ്ക് നിർത്ത്, അടുത്ത ജഗ് കൊടുത്തുവിടാ എന്ന് പറഞ്ഞ് അടുത്ത ജഗ് കൊണ്ടുവരുന്നു. പവിത്ര പുറത്തിറങ്ങി ഛർദ്ദിക്കുന്നു. ബിഗ് ബോസ് പറയുന്നു കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ആൾ കളിക്ക്. അങ്ങനെ ജെഫ്രി ഒരെണ്ണം ഇടുന്നു, മുത്തു ഒരെണ്ണം ഇടുന്നു. അപ്പോൾ റിയ അടുത്ത് കളിക്കാൻ വരുവാണ്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു വേണ്ട, ഇനി പവിത്രയും ശിവയും കളിക്കണ്ട, അവർക്ക് വെള്ളം കുടിച്ച് വയറ് നിറഞ്ഞ് കാരണം പല ടൈപ്പ് വെള്ളമാണ്, കുടിച്ച് ഊപ്പാട് വന്ന്. അപ്പം ഇനി 3 പേരെ എക്സ്ചേഞ്ച് ചെയ്തോ. വയ്യാതെ കുടിച്ച് തളർന്നിരിക്കുന്ന 3 പേര് മാറിയിട്ട് തർഷികയും വരുന്നു. തർഷികയും കുറേ കുടിച്ച് തളർന്നിരിക്കുന്ന ആൾക്കാർ മാറി പുതിയ ആൾക്കാർ വരാൻ പറയുന്നു. എന്നിട്ടും മാറ്റമൊന്നുമില്ല. ബോയ്സ് തന്നെ ആ ടാസ്കിൽ ജയിക്കുന്നു. കാരണം സാധാരണ ബോയ്സൊക്കെ എന്താ നമുക്കറിയാം, നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വാട്ടർ ബോട്ടിലൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ആക്കുന്ന ബോയ്സാണ്. അപ്പോൾ അവർക്ക് അതിനകത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും കമ്പയർഡ് ടു ഗേൾസ്. അപ്പോൾ അതുകൊണ്ട് ആ ടാസ്കിൽ ബോയ്സ് ജയിക്കുകയാണ്. അങ്ങനെ ഡെയിലി ടാസ്ക് 3 ബോയ്സ് ജയിച്ചു. നോമിനേഷൻ ഫ്രീ പാസ് ബോയ്സിന് കിട്ടി. ബിഗ് ബോസ് പറയുന്നു ശിവ, ദീപക്, റാണവ്, രഞ്ജിത്ത്, ജെഫ്രി, സത്യ, ഇവർ 6 പേരുമാണ് ഇത്തവണ നോമിനേഷനിലുള്ളത്. ഈ 6 പേരിൽ നിന്നും ഒരാൾക്ക് ഈ നോമിനേഷൻ ഫ്രീ പാസ് ആലോചിച്ച് കൊടുക്കാൻ പറയുന്നു. എല്ലാവരും പോയിട്ട് സത്യയ്ക്ക് കൊടുക്കണമെന്ന് 2 പേര് പറയുന്നു, റാണവിന് കൊടുക്കണമെന്ന് 2 പേര് പറയുന്നു, ദീപകിന് കൊടുക്കണമെന്ന് 3 പേര് പറയുന്നു. അങ്ങനെ ദീപകിന് അത് കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നീട് അങ്ങനെ ദീപക് സേവ് ആവുന്നു. അപ്പോൾ ടോട്ടൽ 13 പേര് നോമിനേറ്റഡ് ആയിരുന്നതിൽ നിന്നും ദീപക് സേവായി. ഇനി 12 പേരാണ് ഈ ആഴ്ചത്തെ എവിക്ഷനിൽ ഉള്ളത്. അപ്പോൾ ആനന്ദി ലിവിംഗ് റൂമിൽ വരികയാണ്. അപ്പോൾ ആനന്ദി, നിങ്ങൾക്ക് ഇവിടെ ഫുഡിൽ തീരുമാനങ്ങൾ എടുക്കാമായിരുന്നു ക്യാപ്റ്റൻ. നമ്മളിവിടെ ഫുഡ് കഴിക്കാതെ ഒത്തിരി നേരം വിശന്ന് വലഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫുഡ് ഡിലേ ആക്കിയത് കൊണ്ട് നിങ്ങളിൽ നിന്നും ഒരു സ്ട്രിങ്ങിനെ ഞാൻ പറിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് 2ാമത്തെ സ്ട്രിങ് ആനന്ദി പറിച്ചെടുക്കുകയാണ്. രാവിലെ മഞ്ജരി ഒരെണ്ണം പറിച്ചെടുത്തു, വൈകിട്ട് ആനന്ദി ഒരെണ്ണം പറിച്ചെടുത്തു. ഇനി 3 എണ്ണം അവിടെ ഉണ്ട്. ഇനി നാളെ അത് ആരൊക്കെ പറിച്ചെടുക്കുമെന്ന് നോക്കാം. അതിനുശേഷമാണ് ബസ് പെർഫോമൻസിൻ്റെ
നോമിനേഷൻ ബോയ്സിൽ നിന്ന് ഒരാളുടെ പേര്, ഗേൾസിൽ നിന്ന് ഒരാളുടെ പേര്, ബോയ്സ് ടീം ബോയ്സിന്റെ പേര്, ഗേൾസ് ടീം ഗേൾസിന്റെ പേര് പറയണമെന്ന് പറയുന്നു. മുത്തു പറയുകയാണ് വിശാൽ ഈ ആഴ്ചത്തെ വീക്കിലി ടാസ്കിലും നോമിനേഷൻ ഫ്രീ പാസ് ടാസ്കിലും ഒക്കെ സൂപ്പറായിട്ട് കളിച്ചു. ആനന്ദി സാജനയുടെ പേര് വീക്കിലി ടാസ്ക് ആയിക്കോട്ടെ വളരെ കൂളായിട്ട് കളിച്ചു, കുക്കിംഗ് ആയിക്കോട്ടെ അതുപോലെ ആയിരുന്നു. അപ്പോൾ സത്യ വിശാലിന്റെ പേര്, റിയ മഞ്ജരിയുടെ പേരാണ് വീക്കിലി ടാസ്ക് അടിപൊളിയായിട്ട് കളിച്ചു, ശിവ ജെഫ്രിയുടെ പേരാണ് PT സാറായിട്ട് അടിപൊളിയായിരുന്നു, റാണവ് ശിവയുടെ പേരാണ് ചെറിയ റോൾ ആണെങ്കിലും വളരെ നന്നായിട്ട് ചെയ്തു, അരുൺ വിശാലിന്റെ പേര് വളരെ അടിപൊളിയായിട്ട് വീക്കിലി ടാസ്ക് ചെയ്തു, ജാക്കിലിൻ പവിത്രയുടെ പേര് വീക്കിലി ടാസ്കും ഡെയിലി ടാസ്കും അടിപൊളിയായിട്ട് ചെയ്തു, ദീപക് വിശാലിന്റെ പേര് വീക്കിലി ടാസ്ക് അടിപൊളിയായിരുന്നു, വർഷിണി മഞ്ജരിയുടെ പേര് വീക്കിലി ടാസ്ക് പൊളിയായിരുന്നു, ജഫ്രി ശിവയുടെ പേര് റോള് കഷ്ടപ്പെട്ട് കിട്ടിയ റോള് സൂപ്പറായിട്ട് ചെയ്തു, കഷ്ടപ്പെട്ടു ഫുഡ് ഉണ്ടാക്കി. അടുത്ത സൗന്ദര്യ റിയയുടെ പേര് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഈ വീക്ക് ഫുള്ളും അടിപൊളിയായിരുന്നു, രഞ്ജിത്ത് വിശാലിന്റെ പേര് സൂപ്പർ ആയിരുന്നു, റയാൻ പവിത്രയുടെ പേര് ക്യാരക്ടർ പോസിറ്റീവ് ആക്കി ചെയ്തു, തർഷിക മഞ്ജരിയുടെ പേര് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കളിച്ചു, വിശാൽ അരുണിന്റെ പേര് ടാസ്ക് അടിപൊളിയായിട്ട് ചെയ്തു, ക്യാപ്റ്റനും കൂടി ആയിരുന്നിട്ടും അടിപൊളിയായിട്ട് ചെയ്തു, മഞ്ജരി സാജനയുടെ പേര് കോൺഫിഡന്റ് ആയിരുന്നു, അൻഷിത വിശാലിന്റെ പേര് വിശാൽ അടിപൊളിയായിരുന്നു, പവിത്ര റിയയുടെ പേര് നല്ലതായിരുന്നു കൊള്ളാമായിരുന്നു, സാജന റിയയുടെ പേര് വേസ്റ്റ് അല്ല ബെസ്റ്റ് ആയിരുന്നു റിയ എന്ന് പറയുകയാണ്. അപ്പോൾ മഞ്ജരിക്കും റിയയ്ക്കും ഈക്വൽ ആയിട്ട് വോട്ട് വരുവാണ്. അപ്പോൾ മഞ്ജരി എല്ലാവരും കൂടി അങ്ങ് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ വിശാലും മഞ്ജരിയാണ് ബെസ്റ്റ് പെർഫോമൻസ്. ഇവരാണ് അടുത്ത ആഴ്ചയിലെ 7ാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻസി മത്സരത്തിലേക്ക് മത്സരിക്കാൻ പോകുന്ന മത്സരാർത്ഥികൾ. മത്സരം നടന്നിട്ടില്ല, മൺഡേ അല്ലെങ്കിൽ നാളെ നടക്കുമായിരിക്കാം. ഓക്കെ, അതിനുശേഷമാണ് പിന്നീട് നമ്മുടെ എന്താണ് വാസ് പെർഫോമേഴ്സ് ആരൊക്കെയാണെന്ന് നോമിനേറ്റ് ചെയ്യാനുള്ള ഇത് വരുന്നത്. അപ്പം റാണവ് അൻഷിതയുടെ പേര് ഒന്നും ചെയ്തില്ല, പവിത്ര വർഷണിയുടെ പേര് ടാസ്കിൽ ചില ടൈമിൽ ഒരു എഫിഷ്യൻസിയും കാണിച്ചില്ല, ജാക്കിലൻ തർഷികയുടെ പേര് ഞാൻ കണ്ട തർഷികയിൽ നിന്നും കുറച്ച് വീക്ക് ഉണ്ടായിരുന്നു, അപ്പം ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ ആക്റ്റീവായിരുന്നു, നിനക്ക് തോന്നിയതാണ്, ഓക്കെ എനിക്ക് തോന്നിയതാണ്. സത്യ റാണവിൻ്റെ പേര് ഇമ്മച്ചുവേർഡ് ആയിട്ട് ടാസ്കിനെ ഒരുമാതിരി കണ്ടു, പിന്നെ ബാത്റൂം ക്ലീൻ ചെയ്യാതെ കളിച്ചു, ബാത്റൂം ക്ലീൻ ചെയ്യാതെ നടന്നു. അപ്പോൾ അടുത്ത അൻഷിത റാണവിൻ്റെ പേര് വോയിസ് ഇല്ല, സ്വന്തമായിട്ടൊരു തീരുമാനമില്ല, അഭിപ്രായമില്ല. ശിവ റാണവിൻ്റെ പേര് ഞാൻ റാണവാണോ റയാനാണോ എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ച് അനാവശ്യ കാര്യങ്ങളുള്ള വോയിസ് റൈസ് ചെയ്യുക, അതുകൊണ്ടാണ് റാണവിൻ്റെ പേര്. സൗന്ദര്യ വർഷയുടെ പേര് ആ റോള് എന്താ പറയുക ഭയങ്കര ഷട്ടപ്പ് ഗെറ്റ് ഔട്ട് എന്നൊക്കെ മാത്രം പറഞ്ഞു ഒതുങ്ങി. റിയ വർഷയുടെ പേര് കുറച്ച് ആക്റ്റീവ് കുറവായിരുന്നു, റോള് പുറത്ത് വന്നു എന്നിരുന്നാലും ആക്റ്റീവ് യഥാർത്ഥ ആ ക്യാരക്ടറിൽ നിന്നും യഥാർത്ഥ റോള് പുറത്തു വന്നു. സാജന വർഷയുടെ പേര് പെർസ്പെക്റ്റീവ് ഇല്ല, ആനന്ദി സൗന്ദര്യയുടെ പേര് സ്വന്തം തീരുമാനമില്ല, വിശാല് ആനന്ദി സൗന്ദര്യയുടെ പേര് സ്വന്തം തീരുമാനത്തിൽ ഇന്ന് ഇവിടെ നടന്നപ്പോഴത്തേക്കും എല്ലാവരും ഓക്കെ ആണെന്ന് പറഞ്ഞു, ആനന്ദി ഓക്കെ അല്ലെന്നൊക്കെ പറഞ്ഞു, അപ്പോൾ സ്വന്തം തീരുമാനം എന്തും പറയുന്നു. വിശാൽ രഞ്ജിത്തിന്റെ പേര് ഗെയിമാണ്, ഇത് ഗെയിമിൽ കളിക്കണം. മഞ്ജരി സൗന്ദര്യയുടെ പേര് ഈ വീക്ക് കണ്ടില്ല ആക്റ്റീവ്, വർഷിണി സൗന്ദര്യയുടെ പേര് അൺകൺട്രോളബിൾ ആയിരുന്നു ചില നേരം, തർഷിക വർഷിന്റെ പേര് പ്രിൻസിപ്പൽ റോൾ ചെയ്തില്ല, ദീപക് മുത്തുവിന്റെ പേര് ഇൻട്രസ്റ്റ് കുറവായിരുന്നു, റയാൻ റിയയുടെ പേര് പേഴ്സണലായിട്ട് എടുത്തു പലപ്പോഴും, മുത്തു രഞ്ജിത്തിന്റെ പേര് പിൻവാങ്ങി നിന്നു, അരുൺ റാണവിന്റെ പേര് ക്ലാരിറ്റി വന്നിരുന്നില്ല, പല കാര്യങ്ങൾക്കും പേഴ്സണലായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു, രഞ്ജിത്ത് റാണവിന്റെ പേര് ഇൻട്രസ്റ്റ് അല്ലാതെയാണ് നിന്നത്, ജെഫ്രി റാണവിന്റെ പേര് ഒന്നും യൂസ് ചെയ്യാതെയാണ് നിന്നത്. അങ്ങനെ റാണവും വർഷിണിയാണ് വേഴ്സ്റ്റ് പെർഫോമേഴ്സ്. റാണവിനെ വീട്ടുകാർ പൂട്ടി എന്തോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന സ്റ്റുഡൻസ് ആയിട്ടുള്ള 10 പേർക്ക് 12 പേരെന്തോ സ്റ്റുഡൻ്റ് ആയിരുന്നില്ലേ, 14 പേര് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈ 14 പേർക്കും അറിയാമായിരുന്നു ഈ റാണവ് എല്ലാവർക്കും ഈ സ്റ്റുഡൻസിന് എല്ലാവർക്കും പ്രാങ്ക് കൊടുത്തതാണെന്ന് ഈ 14 സ്റ്റുഡൻസിനും അറിയായിരുന്നു. എന്നിട്ടും ഇതിനകത്തുനിന്ന് റാണവിരുന്ന് ഓവറായിട്ട് ഞാൻ പറഞ്ഞല്ല കാണിച്ച് കണ്ടന്റ് ഉണ്ടാക്കി തള്ളി മറിച്ചു. പക്ഷെ വീട്ടുകാരിട്ട് കത്രിക പൂട്ടിട്ട് പൂട്ടി റാണവിനെ. അടുത്ത് ബിഗ് ബോസ് പറയാണ് ഓക്കെ, അപ്പം റാണവ് വർഷിണി നിങ്ങളാണ് വേഴ്സ്റ്റ് പെർഫോമേഴ്സ്, അതുകൊണ്ട് ഈ വീട്ടിൽ ഉണ്ടാക്കേണ്ട ഫുഡ് ടീ കോഫി പച്ച വെള്ളം പോലും ഇനി ആർക്ക് വേണമെങ്കിലും നിങ്ങൾ വേണം എടുത്തുകൊണ്ട് കൊടുക്കാൻ, ഓക്കെ നിങ്ങൾ തന്നെ അത് ചെയ്യണമെന്ന് പറയുന്നു. പിന്നീട് ജാക്കലിനും തർഷികയും കൂടെ രാത്രി സംസാരിക്കുന്നു. ജാക്കലിൻ പറയുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്ത തർഷികയല്ല എനിക്ക് ഈ വീക്കിൽ കിട്ടിയത്, അഭിപ്രായങ്ങൾ പറയുന്ന തർഷികയെ ഞാൻ കണ്ടില്ല, അപ്പോൾ തർഷിക നീയും അങ്ങനെ ആയിരുന്നു വടി എന്നെല്ലാം പറയുകയാണ്. രാത്രി സ്റ്റോർ റൂമിൽ നമ്മുടെ ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫുഡ് ഗ്രോസറി ഐറ്റംസ് കൊടുത്തു വിടുന്നു, ആപ്പിളും അരിയും കുറച്ച് തക്കാളിയും ഒക്കെ കൊടുത്തു വിടുകയാണ് ബിഗ് ബോസ്. അവർക്ക് ഫുഡ് ഇല്ലല്ലോ നാളത്തേക്ക്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് അവർക്ക് കൊടുത്തു വിടുന്നു. പെണ്ണുങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പവിത്രയൊക്കെ അയ്യോ ഫുഡ് അവർക്ക് കൊടുത്തു വിടണേ, പാവമാണേ അവർക്ക് ഫുഡ് ഇല്ല ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ബിഗ് ബോസ് ഫുഡ് കൊടുത്തു വിടുന്നുണ്ട്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി നാളെ സാറ്റർഡേ ആണ്. പതിവ് പോലെ തന്നെ ഞാൻ പറയുന്നു, നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു എവിക്ഷൻ ആയിരിക്കും നാളെ നടക്കാൻ പോകുന്നത്. ആരാണ് എവിക്റ്റ് ആവുന്നതെന്ന് ഷൂട്ട് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഡബിൾ എവിക്ഷനാണ് സാധ്യത കൂടുതൽ, കാരണം 12 പേര് എവിക്ഷനിലും ഉണ്ട്. ആരൊക്കെയാണ്?
സൗന്ദര്യ, ശിവ, റാണവ്, രഞ്ജിത്ത്, സത്യ, ജഫ്രി, വർഷിണി, തർഷിക, മഞ്ജരി, ജാക്ലിൻ, റിയ, സാചന. ഇത്രയും പേരാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നത് വർഷിണി ഒരാളായിരിക്കാം എവിക്റ്റ് ആവാൻ പോകുന്നത്. പിന്നെ എവിക്റ്റ് ആകുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ സത്യ ആയിരിക്കാം, ചിലപ്പം റാണവായിരിക്കാം, ചിലപ്പം ശിവയായിരിക്കാം, ഒന്നും പറയാൻ പറ്റൂല. ചിലപ്പോൾ മഞ്ജരി ആയിരിക്കാം, ഒന്നുമേ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു പിടിയുമില്ല. ചിലപ്പോൾ തർഷികയോ ആയിരിക്കാം, സാചനയോ ആയിരിക്കാം, ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. 12 പേര് നാളെ നോമിനേഷനിൽ എവിക്ഷനിലുണ്ട്. നാളെ ഷൂട്ട് കഴിയുമ്പോഴേ അറിയാൻ പറ്റൂ. അതിൻ്റെ വീഡിയോസ് ആയിട്ട് ഞാൻ വരാം, എവിക്ഷൻ അപ്ഡേറ്റ് ആയിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. എനിക്കാണെങ്കിൽ തീരെ കണ്ണ് സുഖമില്ല. ഞാൻ ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ കണ്ണിൽ ഒഴിച്ച് എൻ്റെ വിഷൻ തന്നെ ബ്ലറായി. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ പൊക്കി നോക്കുന്നത്. എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ നാളത്തെ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.